ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂവി നൈറ്റ് വ്ളോഗാണ്. പിന്നെ നമ്മൾ മൂവി അല്ലെങ്കിൽ സിനിമ കാണാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്ക, നമ്മുടെ ചങ്കിലുള്ള മമ്മൂക്കയുടെ ടർബോ ആണ് കേസ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ടർബോ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മൂക്കയുടെ എന്താ പറയുക സിനിമകളെല്ലാം വളരെ ഇഷ്ടമാണ് ഗൈസ്. പിന്നെ നമ്മൾ മമ്മൂക്കയുടെ ഒരു പോളി സിനിമയായ ടർബോ കാണാൻ പോവാണ്. അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടാണ് ഞാൻ വീണത് ഗൈസ്. ഞാൻ മാത്രമല്ല വീട്ടുകാരെല്ലാവരും വീണത്. നമ്മൾ ഗുരുവായൂരമ്പലം നടയിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ നേരത്തെ ചെന്നുകൊണ്ട് ഭാഗ്യവശം നമുക്ക് ഈ ട്രെയിലർ കാണാൻ പറ്റി ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ഈ സിനിമയിലോട്ട് എന്തായാലും വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു മൂവി നൈറ്റ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഞാനിവിടെ ഒരുങ്ങി നല്ല റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. ഞാൻ എന്താ ഈ ഷർട്ടും ജീൻസുമാണ് ഇട്ടിട്ടുള്ളത്. കണ്ടു ഗൈസ്, കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മയും നിൽപ്പുണ്ട്. അമ്മയും അച്ഛനും എല്ലാവരും ഒരുങ്ങിയിട്ട് സിനിമയ്ക്ക് പോകുന്നതാണ്. നമ്മൾ കാറിലാണ് ഗൈസ് പോകുന്നത്. ആൻഡ് എൻ്റെ കണ്ണാടിയാണേലും എൻ്റെ മേക്കപ്പ് ആണെങ്കിലും ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഗൈസ്. അപ്പോൾ എല്ലാം ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. എനിക്ക് നല്ല വാലൊക്കെ എഴുതി കണ്ണൊക്കെ വേണമായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി നമുക്ക് നോക്കാൻ ഗൈസ്. ഇപ്പോൾ അമ്മ നിൽപ്പുണ്ട്. അമ്മയ്ക്ക് ഒരുങ്ങണം, എല്ലാവർക്കും ഒരുങ്ങണം. ഞാനാണ് ഗൈസ് ഇവിടെ ഫസ്റ്റ് ഒരുങ്ങിയത്. ഇനി മുടിയും കൂടി കിട്ടിയാൽ മതി ഗൈസ്. അപ്പോൾ അത് കഴിയുമ്പോൾ നേരെ നമ്മൾ സിനിമ കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ, താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളിവിടെ മുറ്റത്ത് നിൽക്കുകയാണ്. മുറ്റത്തല്ല, ഞാൻ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ സിറ്റ് ഔട്ട് ഇരുന്നുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരുങ്ങുന്ന കാര്യത്തൊക്കെ ബിസിയാണ്. അപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല, എന്നാലും എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്നെ കാണാൻ ഇങ്ങനെയുണ്ടെന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയാം. കുറച്ച് ഫോക്കസ് പ്രശ്നമൊക്കെ കാണാനിരിക്കും കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോക്കസ് എനിക്ക് പറ്റില്ല. എന്തായാലും ഇനി ഞങ്ങൾ സ്റ്റാൻഡ് മൈക്കൊക്കെ ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കിട്ടില്ലമായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അതിനായിട്ടും കൂടി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം, നോക്കോളൂ. വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ അന്ന് കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വ്യൂ കുറഞ്ഞു പോയി, എന്നാലും സാരമില്ല. ഐ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ഗൈസ്, ഇതൊക്കെ നമ്മുടെ ചെടികളാണ്. അമ്മ വളർത്തിയുള്ള ചെടികൾ ചുമ്മാ ഒന്ന് കാണിച്ചു എന്നുള്ള നല്ല രീതിയിൽ അമ്മ വളർത്തിയിട്ടുണ്ടായിരുന്നു. റെഡ് ലിപ്സ്റ്റിക്ക്, മണി പ്ലാന്റ്, ബുഷ് മണി പ്ലാന്റ്, പിന്നെ വേറൊരു വെറൈറ്റി മണി പ്ലാന്റ്, ഫോട്ടോസാണ് തോന്നുന്നത്. അങ്ങനെ ഇത് വലിയൊരു ലെമൺ ലൈമോ അങ്ങനെ എന്തോ ആണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞെങ്കിൽ നട്ടപ്പം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് കമ്പി വെച്ച് സപ്പോർട്ട് ചെയ്തപ്പോൾ കിടിലായിട്ട് വളർന്നു ഗൈസ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് എല്ലാവരും ഒരുങ്ങി കഴിയുമ്പോൾ ഞാൻ എന്തായാലും ബാക്കി കാണിക്കുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സത്യം പറയണമെങ്കിൽ ഞാൻ ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അമ്മ പറഞ്ഞു ചെയ്യണ്ടാന്ന്. കുറച്ചും കൂടി വ്യൂസൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ്. എന്തായാലും ഇപ്പോൾ ഇല്ല ഗൈസ്, എന്തായാലും പിന്നെ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം. ഇവിടെ അമ്മ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ചുമ്മാ വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ്. ഇപ്പോൾ അമ്മയെ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങുന്നുണ്ട്. പണ്ട് അമ്മ ഇത്രയൊന്നും കണ്ണ് എഴുതില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ടിട്ട് ഇപ്പോൾ അമ്മയും കണ്ണെഴുതുന്നുണ്ട്. നല്ല സുന്ദരിയായിട്ട് കണ്ണ് എഴുതുകയാണ് നമ്മുടെ അമ്മ. അപ്പോൾ ഗൈസ് ഇവിടെ അമ്മ ഐലൻഡൊക്കെ എടുക്കുന്നുണ്ട്. വേണ്ട നമ്മൾ പറയുന്നുണ്ട്, കുഴപ്പമില്ല. വീഡിയോയിൽ വരുമ്പോൾ എല്ലാവരും നമ്മൾ കാണിക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി കാണിക്കുന്നത്. പിന്നെ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തല്ലോ വീഡിയോ ഇനി ഇടണമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ താരമാണ് അമ്മയും ഞാനും എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത പരിപാടി നമ്മൾ ചെരുപ്പൊക്കെ റെഡിയാക്കാൻ തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ ചെരുപ്പാണ്. ഞങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ചെരുപ്പ് എന്താ അവിടെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പട്ടിയുണ്ട്. പട്ടി ചെരുപ്പെടുത്തുകൊണ്ടാണ് നമ്മൾ പുത്തനായിട്ട് മേടിച്ച ഈ ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ അകത്ത് വയ്ക്കുന്നത്. ബാക്കി നമ്മൾ പുറത്തായിട്ട് വയ്ക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലായ ഗൈസ്, മൈ സ്കൂൾ ഷൂ. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ഇതിൻ്റെ പുത്തൻ വീട്ടിൽ. ചേച്ചിയാണ് നമ്മളെ വണ്ടി റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയാണ് തോന്നുന്നു ഓടിക്കുന്നത്. അപ്പോൾ ചേച്ചി വണ്ടി റിവേഴ്സ് ചെയ്യാൻ ഗൈസ്. പിന്നെ ഇവിടെ വിളക്കൊരുക്കുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കയറ്റം കയറുന്ന സീനായിരുന്നു ഗൈസ്. അപ്പോൾ ചേച്ചിയാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ
ഗൈസ് നമ്മൾ നൂറിനാട് സ്വാതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാണ് ഗൈസ്. നമ്മൾ വണ്ടി ഏറ്റവും ആദ്യം തന്നെയായിരുന്നു നമ്മുടെ വണ്ടി വന്നത്. ഇറങ്ങുന്നിടത്ത് ഏറ്റവും ആദ്യമായിരുന്നു കിടക്കണത്. അപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വണ്ടികൾ പിന്നെ പ്രശ്നമാകുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടർബോ ഗൈസ്. സ്ഥിരമായിട്ട് വരിക. അമ്മ നമ്മൾ സുന്ദരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, പോവാണ് ഗൈസ്. ഇപ്പൊ ഗൈസ് നമ്മളിവിടെ ഇത് വന്നിട്ടുണ്ട്. ഇനി വന്നിട്ട് കഴിക്കാൻ മേടിക്കാൻ പോയി ഗൈസ്. നമ്മുടെ സിനിമ കാണാൻ വേണ്ടി കയറാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ. ലാസ്റ്റ് ഇതാണ് ഗൈസ് നമ്മുടെ സീറ്റോട്ട് പോവാണ്. എനിക്ക് എപ്പോഴും സീറ്റാണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മൾ സിനിമ കാണാൻ പോവാണ് ഗൈസ്. ടർബോയാണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അവിശ്വസനീയമായ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്കും സ്വന്തമാക്കാം റിഹ സ്കിൻ കെയറിലൂടെ. കുറഞ്ഞ ചെലവിൽ കസ്റ്റമൈസ് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ സൗന്ദര്യ സ്വപ്നം സാക്ഷാത്കരിക്കാൻ റിഹ സ്കിൻ കെയർ അടൂർ. കേരള വിഷു ബമ്പർ 2024 ഒന്നാം സമ്മാനം 12 കോടി, രണ്ടാം സമ്മാനം 5 ലക്ഷം, കൂടാതെ 5000, 2000, 1000, 500. അപ്പോൾ ഗൈസ് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു പരസ്യത്തിൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെയാണ് സ്ക്രീൻ, ചുമ്മാ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ സിനിമ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റായിരുന്നു ഗൈസ്. മമ്മൂട്ടി ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ടർബോ ആണെന്ന് എനിക്ക് പറയേണ്ടത്. സൂപ്പർ സിനിമയോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ഫീവറിലായിരുന്നു ഗൈസ് ഞങ്ങൾ. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊന്ന് പോയ വഴി, ഞങ്ങൾ വേറെ വഴിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, ഒരു വഴിയിലായിരുന്നു. അപ്പോൾ അവിടെ ചെറുതായിട്ട് പൊയ്യൊക്കെ ഒഴുകുന്നതുകൊണ്ടാണ് റോഡ് ഡാമേജ് ആയിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ തിരിച്ച് ശരിയാക്കി നമ്മൾ വേറെ വഴി കൂടെയൊക്കെ വന്നപ്പോൾ കുറച്ച് സമയം എടുത്തു. എന്നാലും നല്ല അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ. ഇത്രയും ഫൈറ്റ് ഒരുമിച്ചുള്ളൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ട് ആ ഫൈറ്റ് കണ്ടിട്ട് ഞാൻ എൻ്റെ നെഞ്ച് വരെ ഇടിക്കുകയായിരുന്നു. ലാസ്റ്റ് ആയിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പാട്ട് നല്ലൊരു ഇതായിരുന്നു. എന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കണ്ടിട്ടുള്ളവർ അതിൻ്റെ റിവ്യൂ താഴെ കമന്റ് ചെയ്യുക. പൊള്ളി സിനിമയായിരുന്നു. ഇത്രയും ഫൈറ്റും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കൂവി കൈയടിച്ചൊരു എന്താ പറയുക പരിപാടി കഴിച്ചു. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കോമഡി എന്ന് പറഞ്ഞൊരു സാധനം ഒരു രക്ഷയില്ല. അടിപൊളി കോമഡിയുണ്ട്, ഫൈറ്റും ഉണ്ട്. ഫസ്റ്റ് പാർട്ട് മൊത്തം കഥ പറയുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. സെക്കൻഡ് പാർട്ട് മൊത്തം ഫൈറ്റാണ്. പൊള്ളി സാധനമാണ്. ഓൾ ഇൻ ഓൾ ഈ സിനിമ അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടയിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. പോളി ഫൈറ്റും എല്ലാം അടിപൊളിയായിരുന്നു. മമ്മൂട്ടി മാസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയായിരുന്നു. ആൻഡ് കണ്ണൂർ സ്കൂൾ ഉണ്ടാക്കിയത് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ആ ഒരു ത്രില്ല് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. സൂപ്പർ സിനിമയാണ്. ആൻഡ് നമ്മൾ ഇനിയിപ്പം വീട്ടിൽ വന്നു. എനിക്കൊരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഗൈസ്. ഞാൻ അതൊക്കെ ചേഞ്ച് ചെയ്ത് മുഖമൊക്കെ കഴുകണം. അതിൻ്റെ നമ്മൾ നേരെ കഴിക്കാനിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. ആൻഡ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിലൂടെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ലഞ്ച് ബ്രേക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോമേഴ്സാണ്, ബാക്കിയുള്ളവർ സയൻസ് ആയിരുന്നു. ലഞ്ച് ബ്രേക്കിന് എൻ്റെ കൂട്ടുകാരെ കണ്ടപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേര് ഈ വീഡിയോയ്ക്കകത്ത് പറയണമായിരുന്നു. സോ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ആൾക്കാരുടെ പേരാണ് ഭാഗ്യലക്ഷ്മി എസ്, അശ്വതി പി മധു, തീർത്ഥ ആർ പിള്ളെ,
നന്ദാപ്പി ആൻഡ് ഇനുഷാജി. സോ ഗൈസ് ഇവരെല്ലാവരും എൻ്റെ സ്പോൺസേഴ്സാണ് ഗൈസ് ഈ വീഡിയോൻ്റെ. അവർ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം, അപ്പോൾ അവരുടെ പേര് പറയണേന്ന്. സോ അതുകൊണ്ട് ഈ വീഡിയോയിൽ അവരുടെ പേര് പറയാണ്. ആൻഡ് നാളെ ചിലപ്പോൾ എനിക്ക് പറ്റുവാണെങ്കിൽ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫും വരുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇനി ഞാൻ കഴിച്ചിട്ട് നേരെ കിടക്കാൻ പോകണം. ഇനി വലുതായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കാൻ. ചാനലിൻ്റെ അടിയിലുള്ള ആ ഒരു ചുമന്ന ബട്ടൺ ഒന്ന് ഗ്രേ ആക്കി കൊടുത്തിട്ട് ലൈക്ക് ബട്ടണോട് ഹിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.